ഹലോ, പ്രജിയാണ്. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. ഇന്ന് നമ്മളെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ആളുടെ കാര്യം പറയുന്നത് കേട്ടോ. ആരാന്നല്ലേ? സ്വീറ്റ് പൊട്ടറ്റോ. ആളിച്ചിരി സ്വീറ്റ് ആണെങ്കിലും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്തിന് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെയിലി ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് വെയിറ്റ് ലോസൊക്കെ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റിയ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ ഞങ്ങളുടെ ഇവിടെയൊക്കെ 1 കിലോ 30 രൂപയേ ഉള്ളൂ. 1 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5-6 ഉണ്ടാവും. 1 കിലോ ധാരാളം മതി നമുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്കൊക്കെ സുഖമായിട്ട് 2-3 ദിവസം പോകാനായിട്ട്. ഒരു സമയം കഴിച്ചാൽ മതി, ഒരു നേരം, ഏതെങ്കിലും ഒരു നേരം കഴിച്ചാൽ മതി. നമ്മുടെ ഹെൽത്തിന് സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതും കൂട്ടത്തിലൊരു 3 ചട്നിയും കൂടെയാണ് കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയത് നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അങ്ങനെ 2-3 ടിപ്സും കൂടാതെ അടിപൊളിയായിട്ടുള്ള 3 ചമ്മന്തിയും ഞാൻ ഇന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ നമുക്കിന്ന് പോയാലോ? അപ്പം നമ്മുടെ മധുരക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. മധുരക്കിഴങ്ങ് കഴുകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് ചിലപ്പോൾ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ കയറിയിരിക്കും. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കഴുകി എടുക്കുക. നമ്മൾ ഈ മധുരക്കിഴങ്ങിൻ്റെ തൊലി കളയുന്നില്ല കേട്ടോ. തൊലി കളയാതെയാണ് നമ്മൾ എടുക്കുന്നത്. ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തൊലി കളയാതെ എടുക്കുകയാണെങ്കിൽ ആ മധുരം നഷ്ടപ്പെട്ടു പോകത്തില്ല. മധുരക്കിഴങ്ങിൻ്റെ പ്യുവർ ആയിട്ടുള്ള മധുരം അതുപോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്കിപ്പോൾ അത്രയും മധുരം വേണ്ട, പിന്നെ തൊലി ഉള്ളത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തൊലി എടുക്കണമെന്നില്ല കേട്ടോ. തൊലി നമ്മൾ എടുക്കണമെന്നില്ലെന്നല്ല, തൊലി എടുത്ത് മാറ്റിയിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് വെന്ത് കുക്കായി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ റൗണ്ട് ഷേപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാനിത് ഇതുപോലെ ഒരു മൺകലത്തിലിട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഇത് മൺകലത്തിൽ നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും, അതുപോലെ ഉടഞ്ഞു പോകത്തില്ല. നമ്മൾ ഇത്രയും ഇതിൽ വെള്ളം ഒഴിക്കുന്ന എപ്പോഴും ഹാഫ് രീതിയിൽ വെള്ളം ഒഴിക്കാവൂ. നമ്മൾ എത്ര ഇടുന്നോ അതിൻ്റെ പകുതിയും തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ ഇത് വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളർ നോക്കിയേ, നല്ല യെല്ലോ കളറിൽ കറക്റ്റായിട്ട് കിട്ടി. തേങ്ങാ ചമ്മന്തിയാണ് ആദ്യത്തെ ചമ്മന്തി കേട്ടോ. തേങ്ങാ ചമ്മന്തിക്ക് ഞാനിപ്പം ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ആണെങ്കിൽ ഈ സമയത്ത് 4 എണ്ണം, സവോളയാണെങ്കിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു ചെറിയൊരു കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാ ചമ്മന്തി നമുക്ക് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഈ മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഗാർലിക് ചമ്മന്തിയാണ് രണ്ടാമത്, വെളുത്തുള്ളി ചമ്മന്തി. ഈ വെളുത്തുള്ളി ചമ്മന്തി ഭയങ്കര ഉപയോഗമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ, 1-2 കഷ്ണം വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം ചെറിയുള്ളി അല്ലെങ്കിൽ കുറച്ച് സവോള, ആവശ്യത്തിന് ഉപ്പ്, പുളി ചേർത്ത് അരയ്ക്കുക. ഗാർലിക് ചട്നി ഇതിൻ്റെ കൂടെ ബെസ്റ്റ് ആയിരിക്കും. ഗ്യാസ് ഉള്ളവർക്കൊക്കെ ഇതൊന്ന് മാറിക്കിട്ടും. ഇനി പച്ചമുളക് ചമ്മന്തി. പച്ചമുളക് ചമ്മന്തി എന്ന് വെച്ചാൽ നമ്മുടെ എരിവുള്ള പച്ചമുളക് എടുക്കാം. അതായത് നാട്ടും പ്രദേശങ്ങളിലൊക്കെ കിട്ടുന്ന എരിവുള്ള മുളകോ അല്ലെങ്കിൽ ഇതായാലും മതി. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ. ആവശ്യത്തിന് തേങ്ങ, ഒരു പച്ചമുളക്, അതുപോലെ അതിലേക്ക് ഉപ്പ് ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ 3 ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പോലെ നമുക്കിപ്പോൾ വൈകുന്നേരം ചായക്കൊപ്പം വേണമെങ്കിൽ കഴിക്കാം, പിന്നെ അതുപോലെ ഡിന്നറിന് വേണമെങ്കിൽ കഴിക്കാം. നിങ്ങൾക്ക് എപ്പോഴാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അപ്പോഴേ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേങ്ങയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഇതിന് ഏതെങ്കിലും ഒരു ചമ്മന്തി സെലക്ട് ചെയ്ത് കഴിച്ചാൽ മതി. അല്ലാത്തവർ ഇതെല്ലാം കൂടെ റെഡിയാക്കി ഒറ്റയടിക്ക് കഴിച്ചോണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. 3 ചട്നിയും കൂടെ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും നമുക്ക് കേട്ടോ.
മാത്രമല്ല സ്വീറ്റ് പൊട്ടറ്റോ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ ഈ ഗ്യാസിലൊക്കെ വേവിക്കുകയാണെങ്കിൽ ഇച്ചിരി കുഴഞ്ഞു വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ കുറേ പ്രാവശ്യം വേവിച്ചപ്പോൾ എനിക്കങ്ങനെ ഒരു പണി കിട്ടി. അങ്ങനെയാണ് രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം അടുപ്പിൽ വേവിച്ച് നോക്കി. അടുപ്പിൽ വേവിച്ചപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. മാത്രമല്ല ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം കുറച്ച് മതി, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഇതുപോലെ എടുക്കുക. 3 ചട്നി, ഞാനാണെങ്കിൽ 3 ചട്നിയും ഒരുമിച്ച് ചേർത്തിട്ട് ആണ് കഴിക്കാറുള്ളത് കേട്ടോ. എനിക്കതിൻ്റെ 3ൻ്റെയും ടേസ്റ്റ് ഒരുമിച്ച് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, അടിപൊളിയല്ലേ? നല്ല രസമാണ്. ഞാൻ സാധാരണ വൈകുന്നേരം ചായക്കൊപ്പൊക്കെയാണ്, ചായയല്ല കട്ടൻ ചായക്കൊപ്പൊക്കെയാണ് കഴിക്കാറുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈസി അല്ലേ, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലേ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതും അതുപോലെ ഈ ചമ്മന്തിയും. ഉണ്ടാക്കാൻ വളരെ സമയമൊന്നും വേണ്ട, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ടിപ്സ് ഒന്നും മറക്കരുത് കേട്ടോ. ഇനി മധുരക്കിഴങ്ങ് വാങ്ങിക്കുന്ന സമയത്ത് ഈ ടിപ്സൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി, അടിപൊളിയായിട്ട് സെറ്റാവും. മാത്രമല്ല ഇതെല്ലാം ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം സംഭവം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ശരി, ടാറ്റാ.